ശരി. നീ ഇപ്പോ ഓൾറെഡി ഒരു സൗദി അറേബ്യ എന്നുള്ളൊരു ഏരിയ ഫോക്കസ് ചെയ്തു അല്ലേ? ഉം. അപ്പൊ അതെ. ഇതില് ഉം, ശരിക്കും പറഞ്ഞാല് ഞാൻ ഈ കോഴ്സ് ശരിക്കും ചെയ്യുന്നത് MPJ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. മാസ്റ്ററിങ് യുവർ പ്രൊഫഷണൽ ജേർണി എന്ന് പറഞ്ഞ സംഭവമാണ്. ആ. ഈ ഒരു പാർട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ടെക്നിക്കലായിട്ട് ഒരുപാട് ടോപ്പിക്സ് പലരും പഠിച്ചു പോകുന്നുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട്. പക്ഷെ അതെ. ഈ പഠിച്ചു പോകുന്ന പിന്നെ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എവിടെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളിടത്താണ് പല ആൾക്കാരും കൺഫ്യൂസ് ആയി നിൽക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ബിടെക്കോ BO ഡിപ്ലോമോ ഏതെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ സ്പെഷ്യലൈസേഷൻ ഇല്ലാതെ നേരെ ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യും. ഈ പറഞ്ഞ കോഴ്സുകളൊക്കെ ഒരു ജനറൽ കോഴ്സാണ്. കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഡോക്ടർ MBBS എടുക്കുന്ന പോലെ അവര് പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുക ചിലപ്പം കാർഡിയോളജി ആയിരിക്കും, അല്ലെങ്കിൽ അവര് പിന്നെ ENT ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രൊഫഷൻസ് ആയിരിക്കും, സ്കിൻ ഡെർമറ്റോളജി ആയിരിക്കും. അങ്ങനെ ഒരുപാട് സെഗ്മെന്റിലോട്ട് ഈ MBBS പോകുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പെയിന് വന്നു കഴിഞ്ഞാൽ, ബോഡിയിൽ എവിടെ പെയിന് വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതാത് സ്പെഷ്യലിസ്റ്റിനെയാണ് കാണിക്കുക. ഇപ്പൊ ENTനെയാണ് നമ്മൾ ഇയർ നോസ് ടങ്കിന്റെ കേസിൽ കാണിക്കുക. അതുപോലെ തന്നെ കാർഡിയോ ചെസ്റ്റ് പെയിൻ പോലത്തെ കാര്യങ്ങളാണെങ്കിൽ ഈ കാർഡിയോളജിക്ക് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് കാണിക്കുക. അപ്പോൾ ഇതിൽ പിന്നെ MD MS പോലുള്ള ഹയർ എഡ്യൂക്കേഷൻ ചെയ്തവരെയാണ് നമ്മൾ കാണിക്കുക. ഇതേപോലെ തന്നെ ബിടെക്കും BE എന്ന് പറയുന്നത് ഒരു ജനറൽ കോഴ്സ് പോലെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഇപ്പൊ ഞാനൊക്കെ പഠിച്ചത് 56ഓളം പേജ് പിന്നെ സബ്ജക്ട് ഉണ്ടാവും. ഇപ്പോഴും ഓൾമോസ്റ്റ് അതിൻ്റെ ഉണ്ടാവുക. പക്ഷെ ഈ 56 സബ്ജക്റ്റില് ശരിക്കും നമുക്ക് കോർ പാർട്ട് എന്ന് പറയാൻ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിലൊരു 5 മുതൽ 10 വരെ ടോപ്പിക്സ് ആയിരിക്കും. ചിലപ്പോൾ ഡിഫറെന്റ് സബ്ജക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഈ സിലബസ് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഞാൻ ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. കാര്യം ഈ സിലബസിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നോക്കാൻ പറ്റുന്ന കുറച്ച് പാർട്ട്, അങ്ങനെ നോക്കുമ്പോൾ ജനറൽ ആയിട്ട് സ്റ്റുഡൻസ് പോകുന്ന പാർട്ടുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ പബ്ലിസിറ്റി കിട്ടുന്ന പാർട്ടുകളാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം പിന്നെ മെക്കാനിക്കലിന്റെ പാർട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ സ്റ്റുഡൻസ് പോവുക ഓട്ടോമൊബൈൽ സെക്ടറിൽ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിയാത്ത സ്റ്റുഡൻസിനെ ഓട്ടോമൊബൈൽ സെക്ടറിൽ അതിന്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് പോകും. ഇത് ഓൾറെഡി അവർ TV-യിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കാണുന്ന ഒരു എക്സ്പോഷർ കൊണ്ട് പോവാണ്. പിന്നെ എഞ്ചിനീയറിംഗ് സെഗ്മെന്റിൽ വരും, പിന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുമ്പോഴും സ്റ്റുഡൻസ് പറയാം ഡിസൈനിൽ പോവാന്ന് പറയാം. കാര്യം എന്താ വെച്ചാൽ ഡിസൈൻ ഡിസൈൻ എന്ന് കേൾക്കുക എന്നല്ലാതെ ബാക്കിയുള്ള ഒരു പാർട്ടിലോട്ടും ഇവർ കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി MEPയിൽ തന്നെ കംപ്ലീറ്റ് സ്കോപ്പുകൾ അല്ലെങ്കിൽ പൊസിഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ഏകദേശം 55 പൊസിഷൻസ് ജെന്യുവൻ ആയിട്ട് വരുന്നുണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 55 പൊസിഷൻസിന്റെ വർക്ക് വർക്കിംഗ് സ്റ്റൈൽ എന്താണെന്നും അല്ലെങ്കിൽ അവർ ഏത് ആറ്റിറ്റ്യൂഡുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഏത് പൊസിഷനിലോട്ടാണ് സൂട്ടബിൾ എന്നാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൈമവേറ എല്ലാവരും പഠിക്കുന്നുണ്ട്. പക്ഷെ പ്രൈമവേറ ഏത് സ്റ്റേജിൽ ചെയ്യണം, ആ പ്രൈമവേറയിലുള്ള ഇൻപുട്ട് എന്താണ്, ഓരോ സ്ട്രീമിലെ ഇൻപുട്ട് എന്താണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ട് ഈ പ്രൈമവേറ സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ട് ആ ഫീൽഡിലോട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. നിങ്ങൾ ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ, ഇതുപോലെ തന്നെ പല സെഗ്മെന്റ് കേട്ടോ, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സ് എന്താണെന്നുള്ള അറിയണം. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫീൽഡിലുള്ള പ്രോസസ്സ്. അപ്പൊ ഞാൻ ഈ സെഷനിൽ ജസ്റ്റ് ഒരു ഫോർമാറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഒരു ജോലിയിലോ, നിങ്ങളിപ്പോൾ സൗദി അറേബ്യക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സൗദി അറേബ്യയിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലുള്ള എത്ര കമ്പനികൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യണം ഫസ്റ്റ്. വലിയൊരു പ്രോസസ്സാണ്. പക്ഷെ 2 3 ദിവസം കൊണ്ട് ആ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ കൺട്രി ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യണം. ഇതേ ഡാറ്റ ഒരിക്കലും നമ്മൾ UAE കളക്ട് ചെയ്തിട്ട് കാര്യമില്ല.
ചിലപ്പോൾ ഇതിൻ്റെ ഒരു 30% 40% കമ്പനീസ് ചിലപ്പോൾ യു എയിൽ ഉണ്ടാവും. പക്ഷെ സൗദി അതുപോലെ തന്നെ യു എ ഖത്തറിൻ്റെ ഒക്കെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിൻ്റെ പിന്നെ റിസോഴ്സസ് ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ പെട്രോളിയം മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, റിയൽ എസ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, ഫോറിനേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടാവും. ഇത് GCC കൺട്രീസ് എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കൺട്രീസിൽ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ ഡാറ്റയാണ് നമ്മൾ ഏറ്റവും വലിയ അസറ്റ്. ഇത് നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്തും ആ ലൊക്കേഷനിൽ പോകുന്ന സമയത്തും ഈ ഡാറ്റ ചെയ്യേണ്ടത്, നിങ്ങൾ ജോബിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വേണ്ടി പിന്നെ നമ്മൾ ഓൾറെഡി ജോബ് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ കമ്പനികൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനി, ഞാൻ ജസ്റ്റ് ഒരു പിന്നെ ഏതെങ്കിലും ഒരു കമ്പനി എടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനി അറാംകോ. അറാംകോന്റെ ഒരു ഡിവിഷൻ ഉണ്ടാവും. ആ ഡിവിഷനിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഡിവിഷനിൽ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഓരോ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ CEO മുതൽ താഴോട്ടുള്ള ഓരോ പ്രൊഫഷൻസും എങ്ങനെയാണ് പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് വരിക എന്നുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിൽ കമ്പനീൻ്റെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ കമ്പനീൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് ആ കമ്പനീൻ്റെ വെബ്സൈറ്റിൽ അവർ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങളെ പറ്റി പഠിക്കുക. അതിൽ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അതിൽ പ്രൊജക്ട്സോ മറ്റുള്ള എന്തെങ്കിലും പ്രോസസ്സിനെ പറ്റിയോ പ്രൊഡക്റ്റിനെ പറ്റിയോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നോട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ഒരു ഈ കമ്പനീനെ പറ്റിയുള്ള A to Z നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഇപ്പോൾ ഓൾറെഡി അൽഷുറൈറ പ്രൊജക്ട്, നിയോം പ്രൊജക്ട്, ദ ലൈൻ പ്രൊജക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജനറൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആ പ്രൊജക്റ്റിനെ പറ്റി അവെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഇതുപോലത്തെ വെബ്സൈറ്റുകൾ എടുത്തിട്ട് അതിന്റെ കണ്ടന്റ് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു പൈപ്പിംഗ് എഞ്ചിനീയറിംഗ് കമ്പനീനെ പറ്റി ഞാൻ പറയാം. ഗൾഫ് എറ്റേണിറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, UAE ബേസ് ചെയ്തിട്ടുള്ള കമ്പനി. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രൊഡക്റ്റിനെ പറ്റി, പൈപ്പിങ്ങിനെ പറ്റി, പൈപ്പിംഗ് സൊല്യൂഷനെ പറ്റി, അല്ലെങ്കിൽ അതിന്റെ ഫിറ്റിങ്സിനെ പറ്റി പറയുന്നുണ്ട്, അതിന്റെ പ്രൊഡക്ഷന്റെ ക്വാളിറ്റിനെ പറ്റി പറയുന്നുണ്ട്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അവർ ഏതൊക്കെ ഫോളോ ചെയ്യുന്നു പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഈ കമ്പനീന്റെ A to Z ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കമ്പനിയൊക്കെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സെഗ്മെന്റിലെ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ പ്രൊസീജിയേഴ്സ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഫസ്റ്റ് കിട്ടി. അപ്പോൾ കമ്പനീനെ പറ്റി നമ്മൾ A to Z അറിഞ്ഞു. മിക്കവാറും ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഈവൻ MBA-കാരായിക്കോട്ടെ MTech-കാരായിക്കോട്ടെ എല്ലാവരും ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ CV ഉണ്ടാക്കി ആ CV നേരെ ഒരു കമ്പനിക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് കമ്പനിന്റെ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കാതെയാണ് ആ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു അലൈൻമെന്റ് ചെയ്യാണ്ട്, അതായത് നമ്മൾ സാധാരണ കമ്പനീൻ്റെ ഒക്കെ സ്ട്രക്ചറൽ അലൈൻമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അലൈൻമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു അലൈൻമെന്റ് ചെയ്യാണ്ട്. ഈ അലൈൻമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നോളജ് അക്വയർ ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി BTechന് നിങ്ങൾ കുറച്ച് നോളജ് അക്വയർ ചെയ്തിട്ടുണ്ട്. ആ നോളജിൽ നിങ്ങളിപ്പോൾ ഈ നോളജ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സിലബസ്, ഈ സിലബസിൽ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു 2-3 ടോപ്പിക് എടുക്കുക. ഈ ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഈ ടോപ്പിക്കിനോട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊരു ആറ്റിറ്റ്യൂഡ് മീൻസ് നിങ്ങൾ ഈ പ്രൊഫഷനിൽ എങ്ങനെ വർക്ക് ചെയ്യും. നിങ്ങൾ ഓൾറെഡി ക്ലയൻറ്റുമായിട്ട് വർക്ക് ചെയ്യോ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ അങ്ങനത്തെ ഒരു പാർട്ടിലോട്ട് വർക്ക് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രാഫ്റ്റിംഗ് ലെവലിൽ വർക്ക് ചെയ്യോ, നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ഇപ്പോൾ പ്രൈമവറ പോലുള്ള എന്തെങ്കിലും ഒരു ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ, പ്ലാനിങ് സോഫ്റ്റ്വെയർ പോലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ വർക്ക് ചെയ്യോ, അതുപോലെ തന്നെ എനർജി പിന്നെ സിമുലേഷൻസ്, എനർജി ഓഡിറ്റിംഗ് അല്ലെങ്കിൽ എനർജി അസസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്യോ. അപ്പോൾ ഈ പറഞ്ഞ പാർട്ടുകളിൽ നിങ്ങൾ കാണുന്ന കുറേ ടേംസുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ നിങ്ങൾ പഠിച്ച നോളജ് അല്ലെങ്കിൽ സിലബസ്, ആ സിലബസ് എന്നൊരു ടോപ്പിക്ക്, പിന്നെ നിങ്ങളെ ഈ ടോപ്പിക്കിനോട് കണക്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം.
ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സയന്റിഫിക് കാൽക്കുലേഷൻ അല്ലെങ്കിൽ അതിന്റെ തിയറിറ്റിക്കൽ കാൽക്കുലേഷൻ എനിക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഡ്രാഫ്റ്റിംഗ്, എനിക്ക് എന്നോട് ഒരാൾ ഒരു കൺസെപ്റ്റ് പറയാണ്, ഞാൻ അതിനൊരു പിക്ചർ വരച്ചു കൊടുക്കുകയാണ്. അത് അഡ്വർടൈസ്മെന്റ് ആവാം, എഞ്ചിനീയറിംഗ് ആവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ റൂമിൽ എനിക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന എനർജി എത്രയാണ്, ഞാൻ അങ്ങോട്ട് സ്പെൻഡ് ചെയ്യുന്ന എനർജി എത്രയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് ഓൾറെഡി നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് എനർജീന്റെ പാർട്ട് നോക്കുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു നിഷ് പോയിന്റ്, നിങ്ങളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഡ്രാഫ്റ്റിംഗ് ഡിസൈനിങ് പൊസിഷനിലോട്ട് പോകുന്ന ഒരാൾ 6 മുതൽ 10 മണിക്കൂർ വരെ അവർക്കൊരു ചെയറിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർക്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഡ്രാഫ്റ്റിംഗ് പൊസിഷനിലോട്ട് ഒരിക്കലും പോകരുത്. എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾ അവിടെ എൻട്രി ലെവലിൽ കയറാം, ഒരു 6 മാസമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടിരിക്കും, പക്ഷെ ആ സീറ്റിൽ നിങ്ങൾ ഇരിക്കൂല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാവൽ ചെയ്യാനോ ഓരോ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെന്റിലോ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ കൂടുതൽ പിന്നെ ഫീഡ്ബാക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളൊരു ജോബ് കണക്ട് ചെയ്യുമ്പോൾ ലൈഫ് ടൈം ജോബായിട്ട് മാറുള്ളൂ. അതിനാണ് നമ്മൾ സാധാരണ ജപ്പാനീസ് വേർഡ് പറയുന്ന ഇക്കിഗായ് എന്നുള്ള വേർഡ്, അതായത് റീസൺ ഫോർ ലിവിങ്. അപ്പോൾ അതിൽ ഈ ഒരു ലൈഫ് ടൈം പാഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് പലർക്കും കിട്ടും. കാര്യം എന്താ വെച്ചാൽ രണ്ടുപേര് എൻ്റെ അടുത്ത് വന്ന ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ രണ്ടുപേർക്കും ഒരേ പൊസിഷൻ പറഞ്ഞു കൊടുക്കൂല, രണ്ട് ഡിഫറെന്റ് പൊസിഷനെ പറഞ്ഞു കൊടുക്കുക. കാര്യം എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ആ കാൻഡിഡേറ്റ്സിന്റെ ടാലന്റ് അല്ല സെക്കൻഡ് പേഴ്സന്റെ ടാലന്റ്. അപ്പോൾ ഇവിടെ ഈ സെറ്റ് ചെയ്യുന്ന സാധനം ഈ ആറ്റിറ്റ്യൂഡാണ്. ഇത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കുറെ അസസ്മെന്റ് അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഈ നോളജും ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ഒരേ ലൈനിൽ അലൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് കമ്പനികൾ എടുത്തിട്ട് ആ കമ്പനീന്റെ റിക്വയർമെന്റ്സിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. റിക്വയർമെന്റ്സ്, അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആവശ്യമുണ്ട്. പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നടക്കുന്ന കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എങ്ങനെയൊക്കെയാണ് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത്, അതിന്റെ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യണോ, അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്, ഇതിന് ഓരോ ദിവസം എങ്ങനെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സൂപ്പർവിഷൻ ലെവലിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ കമ്പനി ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 അല്ലെങ്കിൽ 5 മുതൽ മേലോട്ട് കുറേ പോയിന്റ്സ് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ നമ്മൾ വായിച്ചു നോക്കും. വായിച്ചു നോക്കുമ്പോൾ ഈ ആറ്റിറ്റ്യൂഡ്, നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് അതിൽ മാച്ച് ചെയ്യണ്ടോ നോക്കുക. ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, റിക്വയർമെന്റ്സിൽ കാണുന്ന ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു 3 പോയിന്റ്സ്, ആറ്റിറ്റ്യൂഡിന്റെ 3 പോയിന്റ്സ് ഔട്ട് ഓഫ് 10 പോയിന്റ്സിൽ മാച്ച് ചെയ്താൽ മതി. എക്സാമ്പിൾ പറയാം. സെയിൽസ് എഞ്ചിനീയറിംഗിൽ ഒരു പൊസിഷൻ, സെയിൽസ് എഞ്ചിനീയർ അവർ പറയാണ് സൗത്ത് ഇന്ത്യയിലെ 4 സ്റ്റേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലയന്റിനെ മീറ്റ് ചെയ്യാണ്ട് അവിടെ സംസാരിക്കാണ്ട് നിങ്ങൾ മാസത്തിൽ ഒരു 5-6 ക്ലയന്റിനെ മീറ്റ് ചെയ്താൽ മതി, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ക്ലയന്റിനെ. അപ്പൊ നിങ്ങൾ ഈ ഫോക്കസ് മുഴുവനും ഈ 5 പിന്നെ ക്ലയൻസിനെയാണ്. അപ്പൊ ഈ 5 ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രാവലിങ്ങിനോട് താല്പര്യം വേണം. നിങ്ങൾ ആ ഒരു കമ്പനിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുള്ള താല്പര്യം വേണം, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്താണ് റിക്വയർമെന്റ്സ് എന്ന് പറയാനുള്ള ഒരു ടാലന്റ് വേണം. അതുപോലെ തന്നെ ആ കമ്പനിനെ പറ്റി പഠിച്ച് ആ കമ്പനിന്റെ A to Z മനസ്സിലാക്കി അവരോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും, ആ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അതിനെ പറ്റി ഹാൻഡിൽ ചെയ്യാനുള്ള ആളായിരിക്കണം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു ജോബും നെവറാക്കി കളയാറില്ല. ഒരു കാറ്ററിംഗിൽ 1 വർഷം വർക്ക് ചെയ്തൊരു പയ്യൻ, അവനൊരു എഞ്ചിനീയറിംഗ് ജോബിലോട്ട് പോകുമ്പോൾ പലരും എന്നോട് ചോദിക്കും ഈ കാറ്ററിംഗ് എങ്ങനെ എഞ്ചിനീയറിംഗ് കണക്ട് ചെയ്യാന്നുള്ളത്. കാറ്ററിംഗ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് മുന്നിലുള്ള ആള് വിശന്നിരിക്കുകയാണ്. നമ്മൾ വിളമ്പുന്ന ക്വാണ്ടിറ്റി,
നമ്മൾ സെർവ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്, കൂടി കഴിഞ്ഞാലും പ്രശ്നമാണ്. കുറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിശന്നിരിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം വേണമെന്നുള്ള ഒരു ആൻസൈറ്റി ഉണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ ഭക്ഷണം കാണണം. നേരെ മറിച്ച് ചില ആൾക്കാർ ഭയങ്കര കൺസേൺ ആണ്, എത്ര വിശന്നാലും അവർക്ക് ഇത്ര മതി, ഇത്ര ഞാൻ കഴിക്കുള്ളൂ എന്ന് ഫിക്സ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവരുടെ മുന്നിൽ കുറേ ഭക്ഷണം വിളമ്പി കഴിഞ്ഞാൽ അപ്പോഴും അവർ പെട്ടെന്ന് എന്താ പറയാ ദേഷ്യപ്പെടും. അപ്പോൾ ഈ ഒരു മാനേജ്മെന്റ് ചെറിയൊരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും ചെറിയൊരു പൈസക്ക് കുറെ പയ്യന്മാർ പോയി ചെയ്യുന്ന ഒരു സർവീസ് എന്നുള്ള രീതിയിലല്ല ഇതിനെ പലപ്പോഴും നമ്മൾ കാണും. കാര്യം എന്താ വെച്ചാൽ ഇതിൽ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അവർ കസ്റ്റമറിനെ ശരിക്കും ഒബ്സർവ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒബ്സർവ് ചെയ്യാത്ത ഒരാളാണ് ഈ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അവിടെ പ്രശ്നം വരും, പല രീതിയിൽ വരും. ഞാനിത് പറയാൻ കാര്യം എന്താ വെച്ചാൽ എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് ബിടെക് ചെയ്യുന്ന സമയത്ത് തന്നെ പല ഇവന്റ് മാനേജ്മെന്റ് വർക്കിലും പോയി ഇതുപോലെ അവർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ എമൗണ്ട് അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ടി പേഴ്സണൽ യൂസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരാള് ഒരു കോൺട്രാക്ടിങ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസൾട്ടന്റ് കമ്പനിയിൽ പോകുന്ന സമയത്ത് അവര് അവരെടുക്കുന്ന ആ ഒരു അപ്രോച്ച് ക്ലയന്റ് മാനേജ്മെന്റ് എന്ന് പറയും. ആ അപ്രോച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാര്യം അതൊരു ചെറിയൊരു വർക്കല്ല. അത് പലപ്പോഴും നമുക്ക് സെയിൽസ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ക്ലയന്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഡിസൈൻ കൺസൾട്ടന്റ് പോലുള്ള പൊസിഷനിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ചെറിയൊരു വർക്ക് തന്നെ നമ്മൾ വിചാരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ പല രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ അർത്ഥം ബിടെക് കഴിഞ്ഞ് കാറ്ററിംഗ് പോകണം, ഇവന്റ് മാനേജ് പോകണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതൊരു സൈഡ് ജോബ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് പോലെ സെറ്റ് ചെയ്ത ആൾക്കാർക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂറോപ്യൻ കൺട്രിയിൽ അല്ലെങ്കിൽ UK US പോകുന്ന ആൾക്കാർ പലപ്പോഴും പാർട്ട് ടൈം ആയിട്ട് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്, ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഈ 3 കാര്യങ്ങൾ, നോളജ്, ആറ്റിറ്റ്യൂഡ്, കമ്പനി റിക്വയർമെന്റ്, ഇത് 3ഉം മാച്ച് ചെയ്യണം. ഇത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം ജോബ് കിട്ടും. അല്ലാതെ നമ്മളെ ടാലന്റ് എടുത്ത് ആ ടാലന്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് മുന്നിലുള്ള ആൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതല്ല അവർക്ക് ആവശ്യം എന്നൊരു സ്റ്റാൻഡ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്ത പാർട്ട് അല്ലെങ്കിൽ ഈ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ല. ഇതാണ് എല്ലാ പ്രൊഫഷണൽ കോളേജിലും പഠിപ്പിച്ചെടുക്കേണ്ട ആദ്യം. ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നെന്ന് തോന്നുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞത് ഡാറ്റന്റെ കാര്യങ്ങൾ, ലൊക്കേഷൻ നീ ഓൾറെഡി ഫിക്സ് ചെയ്തു. ഡാറ്റന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്, ഡാറ്റ കഴിഞ്ഞാൽ ഉടനെ നോക്കാനുള്ളത് നമുക്ക് ഒരു CV എങ്ങനെ ഇതിനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓരോ CV ഡിഫറെൻ്റ് ആണ്, ഓരോ CV കസ്റ്റമൈസ്ഡ് ആണ്. ഓരോ കമ്പനിക്കും അവരെന്ത് ചോദിക്കുന്നോ അതാണ് ആ CV കാണേണ്ടത്. അപ്പൊ പല സ്റ്റുഡൻസും പറയും ഓരോ CV എടുത്തിട്ട് നമുക്കൊരു 200-300 കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോലെ. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ടെംപ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്യാണ്ട്, ഈ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ടാലന്റ് തന്നെയാണ്. ഈ ടാലന്റിന് പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്കൊരു അഞ്ച് അഞ്ച് പോയിന്റ് അറിയാം, നിങ്ങളെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ 5 പോയിന്റ് അറിയാം. ഈ 5 പോയിന്റിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് നമ്മളൊരു കമ്പനീന്റെ റിക്വയർമെന്റ് നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ നമുക്ക് ഈ 5 പോയിന്റ്സിൽ ഇപ്പൊ 3ാമത്തെ പോയിന്റ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിക്ക് സൂട്ടബിൾ ആയി, അത് ഫസ്റ്റ് കൊണ്ടിടുക. പ്രയോറിറ്റി അനുസരിച്ച് അതിനെ ലിസ്റ്റ് താഴോട്ടും മേട്ടും ഇങ്ങനെ ജസ്റ്റ് ഷഫിൾ ചെയ്ത് കൊടുക്കുക. ഇതൊരിക്കലും ഫേക്ക് അല്ല, ഇത് ആ കമ്പനീന്റെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ആ CVനെ സെറ്റ് ചെയ്യുന്ന ഒരു ഹയറാർക്കിയാണ്, ഒരു ഓർഡറാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാർട്ട്. ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓൾഡ് ഒരു ഫോർമാറ്റ് ആണ്, വെരി ഓൾഡ് ഫോർമാറ്റ് ആണ്. എന്താ കാര്യം വെച്ചാൽ ആ ഫോർമാറ്റ് ഇപ്പോഴും വാലിഡ് ആണെന്ന് അർത്ഥം. ഇത് കൂടാതെ വേറെ കുറേ ഫോർമാറ്റ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അതിനൊന്നും പ്രയാസമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷെ ഫസ്റ്റ് പേജിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കേസ് CV സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കേസ് കവർ ലെറ്റർ ആണ്. കവർ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പരിചയത്തിൽ ഒരു കമ്പനി ഉണ്ട് സൗദിയിൽ, സപ്പോസ് അൽഷായ സുൽത്താക്കോ ഇങ്ങനെയുള്ള ഒരു കമ്പനി ഉണ്ട് വിചാരിക്കും. അപ്പോൾ അവിടെ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നീ അവിടെ ജോബിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാൻ പറയാണ്, എടാ ജാഷി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നല്ല ആളാണ്, പിന്നെ നന്നായിട്ട് പെർഫോം ചെയ്യും, ആൾക്കാരായിട്ട് സംസാരിക്കാൻ അറിയാം, ഡീൽ ചെയ്യാൻ അറിയാം, എല്ലാ കാര്യങ്ങളും പിന്നെ പ്രൊഫഷണലി ടേക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു 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 ഇംപ്രഷൻ ഞാൻ എൻ്റെ ആ ഫ്രണ്ടിന് കൊടുക്കുകയാണ്.
എന്നിട്ട് പറയണം നാളെ അവന് പിന്നെ ഇന്റർവ്യൂവിന് വന്നോട്ടെ, നിങ്ങൾക്ക് ഫ്രീ ഉണ്ടോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയണ ഒരു വേക്കൻസി ഉണ്ട്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ വേക്കൻസി ഇല്ല, ജസ്റ്റ് ഒന്ന് വന്നു പോകാൻ പറ, നമുക്ക് എന്ത് വേക്കൻസി ഉണ്ടാകുമ്പോൾ കണക്ട് ചെയ്യാന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞ ജാഷിദ് അവിടെ ചെന്ന് പേര് പറയേ അല്ലെങ്കിൽ ജസ്റ്റ് ഇന്ന ആള് പറഞ്ഞതാണെന്ന് പറയുമ്പോഴേക്ക് അവിടെ ഒരു ഇമ്പ്രഷൻ വരും. അതുപോലെ തന്നെ അവിടെ ഇനി കൂടുതൽ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. പിന്നെ ഒരു ട്രസ്റ്റ് അവിടെ ബിലീവ് ചെയ്യുന്നുണ്ട്. കാര്യം ഞാനൊരു ട്രസ്റ്റ് എനർജി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പറയും ഇത് ഒരു പേടിയും പേടിക്കണ്ട, എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ആം റെസ്പോൺസിബിൾ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്തു. ഈ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് കൂടിയാണ് ശരിക്കും ഒരു കവർ ലെറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇയാൾ ഒരു വൺ ഓഫ് ദ റെപ്യൂട്ടഡ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സോറി ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അതാണ് ഈ കവർ ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് നമ്മളൊരു ഇൻട്രോ കൊടുത്ത് ജസ്റ്റ് എന്താ പറയാ അവര് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു അതിങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു രീതിയല്ല ശരിക്കും കവർ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാണ്ട് ഇതിലൊരു 3 കീ പോയിന്റ്സ് നമുക്ക് ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതും ഇതിൽ സെറ്റ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഇതില് നാലാമത്തെ സോറി രണ്ട് ഡോക്യുമെന്റ്സ് പറഞ്ഞു. മൂന്നാമത്തെ ഡോക്യുമെന്റ്സ് ഉള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു ഇന്റർവ്യൂ പാസ്സാവുന്നത് 10% ആണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു ഇന്റർവ്യൂ പാസ്സാകുന്നത് അതിന്റെ 40%ഉം സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ മുന്നിലിരിക്കുന്ന നമ്മൾ വരാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള ഒരു ബോസാണ് ഇരിക്കുന്നത്. ആ ബോസിന് നിങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ആദ്യം ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-3 മിനിറ്റ് കൊണ്ട് സംസാരിക്കുമ്പോഴത്തേന് ഒരു എക്സ്പീരിയൻസ് മാനേജർ ആണെങ്കിൽ എന്തായാലും അത് അയാൾക്ക് ആ പോയിന്റ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, നിങ്ങളൊരു ടീമിൽ വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കാൻഡിഡേറ്റ്സ് ആണോ എന്നുള്ളതും നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ടോപ്പിക്കിൽ ടെക്നിക്കൽ ടോപ്പിക്സിൽ ഇൻട്രസ്റ്റഡ് ആണ്, അറിയാവുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസും ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് നിങ്ങളെ വേറോബർട്സ് പറയാ, നിങ്ങൾ പഠിച്ച കോളേജസ് പറയാ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ക്വാളിഫിക്കേഷൻസ് സ്കോർ ബോർഡ് അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ള ക്രെഡിറ്റ് സ്കോർ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാ എന്നുള്ളതല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കോൺഫിഡൻസ് ലെവലാണ്. ഈ കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇന്റർവ്യൂവിന്റെ ഒരു 30-40% ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈവൺ പല കമ്പനികളും ടാലൻസോ ബ്രില്യൻസോ നോക്കുന്നതിന് പകരം അവർ നോക്കുന്നത് ആറ്റിറ്റ്യൂഡും അവരെ ഒരു വർക്ക്മാൻഷിപ്പ് ക്വാളിറ്റിയുമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാൻ പറ്റി കഴിഞ്ഞാൽ അത് വളരെ ചാമായിട്ട് അല്ലെങ്കിൽ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതാണ് നമ്മളൊരു കോർ പാർട്ടായിട്ട് വരുന്നത്. ഇന്റർവ്യൂവിന്റെ ക്രാക്കിങ്ങിൽ കോർ പാർട്ടായിട്ട് വരുന്നത്. ഇതിലൊന്നും ഫേക്കില്ല, എല്ലാം നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈവൻ നിങ്ങളുടെ കയ്യിൽ ഇതിന് ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ ഡാറ്റാസ് കുറവാണ്, എന്താണ് പറയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങളെ പാരൻസ് നിങ്ങൾ എത്ര കാലം വളർത്തിയതും അവർ ലൈഫിൽ നിങ്ങൾക്ക് തന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് വേറെ ലെവലാണ്. അതിനി ചെറിയൊരു ഷോപ്പ് നടത്തി അല്ലെങ്കിൽ വളരെ വരുമാനം കുറഞ്ഞൊരു ഒരു ഫാമിലി ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ മോറൽ സപ്പോർട്ട് തന്നിട്ടുള്ള പാരൻസിന്റെ ബേസിൽ നിങ്ങളൊരു ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എനർജി ലെവൽ ട്രാൻസ്ഫർ ചെയ്യുന്ന വേറൊരു ഡിഫറെന്റ് ആസ്പെക്ട്സിലാണ്. അപ്പൊ ഇതൊക്കെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വരുന്നതാണ്. അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഒരു 12 സെന്റൻസ് ഉള്ള ഒരു ഫോർമാറ്റ് ആണ്. അപ്പൊ ഇതിൽ CV, കവർ ലെറ്റർ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓൾറെഡി ട്രെയിനിങ് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. പല പല ട്രെയിനിങ്ങുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാം. ആ ട്രെയിനിങ്ങിന്റെ ഡേ 1 മുതൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ജോബിലോട്ടുള്ള ഒരു പോയിന്റ് ക്ലിയർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 4 ഡോക്യുമെന്റ്, അതായത് ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ട്രെയിനിങ്ങിനോട് കണക്ട് ചെയ്തിട്ട് കുറെ CV കീ സ്കിൽസ് സെറ്റ് ചെയ്യാറുണ്ട്.
ട്രെയിനിങ് കഴിഞ്ഞിട്ടല്ല ചെയ്യാത്, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞിട്ടല്ല ചെയ്യുക. സെയിം ഡേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ളത് നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ലിങ്ക്ഡിൻ പ്രൊഫൈലാണ്. ആർക്കിടെക്റ്റും അതുപോലെ തന്നെ ഇന്റീരിയർ ഡിസൈനേഴ്സും ഒക്കെ ഇൻസ്റ്റാഗ്രാം കൂടുതൽ ഉപയോഗിക്കും. നിങ്ങളെ ഏജിലുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കും. പക്ഷെ നമുക്ക് നോക്കാനുള്ളത് ലിങ്ക്ഡിൻ ആണ്. ലിങ്ക്ഡിൻ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം അല്ല. ലിങ്ക്ഡിൻ ഒരു ജോബ് സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്, ഒരു പ്രൊഫഷണൽ സപ്പോർട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിലൊരിക്കലും ജോബ് സെർച്ച് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിൽ ഒരു ഇമേജ്, ഒരു നമുക്കൊരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാറുണ്ട്. ആ പ്രൊഫൈലിൽ പല സ്ഥലത്തും നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് രണ്ട് രീതിയിൽ ലിങ്ക്ഡിനെ സെർച്ച് ചെയ്യാം. പീപ്പിൾ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ കമ്പനീനെ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ, സൗദി അറേബ്യയിൽ ആ ഡാറ്റ എടുക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ ലിങ്ക്ഡിൻ വഴി ആ കമ്പനീൻ്റെ കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കുറേ ഷോർട്ട് കട്ട്സ് നമുക്ക് ലിങ്ക്ഡിനിൽ കിട്ടും. വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് കട്ട്സ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, ഇതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ, എബ്രോഡ് ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ ഈ പേഴ്സണൽ വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൾ വന്നു, ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു വേക്കൻസി ഉണ്ട്, അതിലോട്ട് താല്പര്യമുണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ടീമിനെ അറിയിക്കാം, അല്ലെങ്കിൽ എൻ്റെ കമ്പനീനെ അറിയിക്കാം. അപ്പോൾ അവിടുന്ന് ഒരു ഹയർ ഓഫീഷ്യൽസ് നിങ്ങളെ അല്ലെങ്കിൽ HR നിങ്ങളെ കോൾ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പെട്ടെന്നൊരു കോൾ വന്ന് അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ വിത്തിൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു അപ്രോച്ചിലോട് കൂടി നിങ്ങളെ URL-ന്റെ വെബ്സൈറ്റിന്റെ ആ ലിങ്ക് അങ്ങ് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, നിങ്ങളെ CV, നിങ്ങളെ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെന്റ്സ്, ഈവൻ ചില ഡോക്യുമെന്റ്സ് ഹൈഡ് ചെയ്യണം, അതിൽ എല്ലാം പറയില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള കൊടുക്കാം. പക്ഷെ ഇത് ഡാറ്റ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡാറ്റാസ് ഷെയർ ചെയ്യരുത്. വളരെ ജെന്യുവൻ ആയിട്ട് തോന്നുന്നതും പെട്ടെന്ന് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓട്ടോ റൺ വീഡിയോസിൽ മാറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഇതിന് പറ്റുന്ന കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇപ്പോഴത്തെ ജോബ് സെർച്ച് ചെയ്യുന്ന പാർട്ട് മാത്രമല്ല, ഫ്യൂച്ചറിൽ നിങ്ങളൊരു ജോബിൽ കയറി പിന്നെ അതിൽ നിന്നും പ്രൊമോഷൻ കിട്ടാനോ മറ്റുള്ള നെക്സ്റ്റ് ജോബിലോട്ട് പോകാനോ ഒക്കെ അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 5-6 ടോപ്പിക്സ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിങ്ങിനോട് ബന്ധപ്പെട്ട് ഈ 4ാമത്തെ പോയിന്റ്, ട്രെയിനിങ്ങിനോട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ഡ്രോയിങ്സ് സെറ്റ് ചെയ്ത് വെക്കേണ്ടി വരും, മോഡൽസ്. അപ്പോൾ 2 കേസ് സ്റ്റഡീസ് അതിൽ പഠിക്കുക നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത്. ഈ കേസ് സ്റ്റഡീസ് ചെയ്യുന്ന കൂടെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് BOQ പോലെയുള്ള സാധനങ്ങൾ, ഇപ്പം മെറ്റീരിയൽ ലിസ്റ്റിംഗ്, ഇൻവെന്ററി കൺട്രോൾ, അതുപോലെ തന്നെ ഇപ്പം പ്രൊഡക്ഷനിൽ വരികയാണെങ്കിൽ അതിൻ്റെ കുറേ QA/QC ഫോർമാറ്റുകൾ, QS ഫോർമാറ്റുകൾ, അങ്ങനെ ഒരുപാട് പൊസിഷൻസിൽ വരുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. അതൊക്കെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത്, ഒരു MNC കമ്പനിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെക്ക് ലിസ്റ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഓൺ ലെവലിൽ തന്നെ ചെക്ക് ലിസ്റ്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. ക്വാളിറ്റി ചെക്ക് റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും, ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും, പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൊടുക്കാൻ പറ്റും, ഡെയിലി വർക്ക്ഷീറ്റുകൾ കൊടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഈ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. നമ്മളെ കോഴ്സിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രിന്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ബാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. എന്താ കാര്യം വെച്ചാൽ, ഈ പ്രിന്റ് ആണ് പലപ്പോഴും നിങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണം 100% എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഈ പ്രിന്റ് ചെയ്ത ഡോക്യുമെന്റ് എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ആ ഡോക്യുമെന്റ് ആണ് നിങ്ങളെ പറ്റി സംസാരിക്കുക. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു 6 പോയിന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത് ഞാൻ 2 ടിപ്പുകൾ പറഞ്ഞുതരാം. അതായത് ഒരു CV-യിൽ സെറ്റ് ചെയ്യേണ്ട 2 മേജർ പാർട്ടുകൾ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവിന് വേറെ കുറേ പേരുകളുണ്ട്. കരിയർ ഒബ്ജക്റ്റീവിന് പ്രൊഫഷണൽ സമ്മറി, കരിയർ സമ്മറി, ഇതിൽ കൊടുക്കാത്ത കുറച്ച് വേർഡുകളുണ്ട്, കോമ്പറ്റീഷൻസ്, അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്,
സമ്മറി ഓഫ് ക്വാളിഫിക്കേഷൻ, പ്രൊഫൈൽ, സമ്മറി സ്റ്റേറ്റ്മെന്റ്, കരിയർ പ്രൊഫൈൽ, എക്സിക്യൂട്ടീവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഗോൾസ് സാധാരണ കൊടുക്കാറില്ല, പക്ഷെ നമുക്ക് കൊടുക്കേണ്ട ചില സ്ഥലങ്ങൾ വരും. അപ്പൊ ഈ കരിയർ ഒബ്ജക്റ്റീവ് എന്താന്നുള്ളതാണ്. അപ്പൊ അതിന് ആദ്യം നിങ്ങൾ ജസ്റ്റ് ഓൾറെഡി പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആയതുകൊണ്ട് അതിലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ പറയാം. ഞാൻ ഓൾറെഡി ഒരു പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആണ്. ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കമ്പനിയിലോട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇന്ന് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലിങ്ക്ഡിനിൽ ഈ സിസ്റ്റത്തിൽ സൈൻ ഇൻ ചെയ്തോ എന്നറിയില്ല, ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ലിങ്ക്ഡിനിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലത്തെ ടാബ് ഒരു ഓപ്പൺ ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ ജസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനീസ് ഇൻ KSA എന്ന് അടിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി KSA എന്ന് മാത്രം അടിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇട്ടിട്ട് KSA എന്ന് മാത്രം അടിക്കുക. അപ്പോൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ പ്രൊഫൈൽ കാണാം, കുറേ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. എത്ര കമ്പനി KSAയിലുണ്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയിലുണ്ട്. അത് 2-3 കീവേഡ്സ് വെച്ചിട്ട് ചെയ്യണം. ഒന്ന് KSA കൊടുത്തിട്ട് ചെയ്യണം, അതുപോലെ തന്നെ സൗദി വെച്ചിട്ട് കൊടുക്കണം. അങ്ങനെ പല രീതിയിലൊന്ന് മാറ്റി മാറ്റി ചെയ്തു നോക്കുക. അത് കഴിഞ്ഞാൽ ഈ പൊസിഷനുമായി കമ്പനിയുടെ പേരുമായി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ സ്ട്രെങ്ത് എങ്ങനെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അവരെ പൊസിഷൻ നോക്കിയിട്ട് അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് അവിടെ നിങ്ങളെ സ്ട്രെങ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ ഒരു CAD എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു നേരത്തെ പ്രൈമവേറ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ പ്രൈമവേറിന്റെ പാർട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ, പ്രൊജക്ട് മാനേജ്മെന്റിലെ കേസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ടിന്റെ കാര്യം പറഞ്ഞിട്ട് ആ സോഫ്റ്റ്വെയർ എനിക്ക് അറിയാമെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, കേസ് സ്റ്റഡീസ് നിർബന്ധമായിട്ടും നോക്കണമെന്ന്. കേസ് സ്റ്റഡീസ് നോക്കിയില്ലെങ്കിൽ കേസ് സ്റ്റഡീസിന്റെ ടേംസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഐ ആം ഫെമിലിയർ വിത്ത് ദിസ് ടോപ്പിക്, ഐ ഹാവ് നോളജ് ഇൻ ദിസ് സബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുക്കണേ ഇല്ല. നമ്മൾ കൊടുക്കുന്നത് ഹാൻഡിൽഡ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പ്രൊജക്ടിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ നിങ്ങൾ പിന്നെ ഇൻകോപ്പറേറ്റ് ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലുള്ള ചില ടേംസ് ഇവിടെ നിർബന്ധമായിട്ട് കൊണ്ടുവരും. അപ്പൊ അതിലാണ് ഈവൻ നിങ്ങൾക്ക് പറയാം പ്രാക്ടീസ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ ഒരിക്കലും ഒരു റിയൽ പ്രൊജക്ട് ചെയ്തതല്ല, ഒരു ഔട്ട്സോഴ്സിങ് പോലെ അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രീലാൻസ് പോലെ ചെയ്തതായിട്ടുള്ള ഒരു കാര്യം പോലെയാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്ത ആൾക്കാരെ പേരും കൂടി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവരെന്താണ് ഗൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡിലാണ് ഗൈഡ് ചെയ്ത് എന്നുള്ള രീതിയിലും കൂടി ചെയ്തിട്ട് വേണം ആ സ്ട്രെങ്ത് അവിടെ കാണിക്കാൻ. അപ്പോൾ ഒന്ന് സ്പെസിഫിക് ആയിട്ടുള്ള റോള്, ആ റോള് നമുക്ക് ഈ ലിങ്ക്ഡിനിൽ തന്നെ സെർച്ച് ചെയ്യാം. ലിങ്ക്ഡിനിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ ഏത് കമ്പനികളൊക്കെ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടെ അവരെ ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ പല ആൾക്കാരെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് അതിന്റെ സൈഡിൽ പല പല സർട്ടിഫിക്കേഷന്റെ പേരുകളും പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒരാളെ സ്ട്രെങ്ത്തിനെ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കമ്പനിക്ക് ആവശ്യമുള്ള സാധനമാണ്. നെക്സ്റ്റ് നിങ്ങളെ ഗോൾസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതിയ സസ്റ്റൈനബിൾ ബിൽഡിംഗ് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഗ്രീൻ ബിൽഡിംഗ് പറയും, ചില ആൾക്കാർ പറയും പിന്നെ ഒരു ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില കേസിൽ പലപ്പോഴും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ സസ്റ്റൈനബിലിറ്റി ബിൽഡിംഗ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാനത് ലീഡ്, USGBC, അതുപോലെ തന്നെ QAQCന്റെ കുറെ ടോപ്പിക്സുകൾ, പിന്നെ അതുപോലെ തന്നെ ISO കുറച്ച് ടോപ്പിക്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം പ്രൊഡക്ഷനെ ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മുന്നിലോട്ട് നോക്കുമ്പോൾ കമ്പനിക്ക് ഏത് ഗ്രോത്ത് വരാണ്ട്, അതുപോലെ തന്നെ ഞാനും എന്താണ് പ്രൊഫഷണലി നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നുള്ള കാര്യങ്ങളാണ് ഈ ഗോൾസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ UAE വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പലപ്പോഴും പറയും എനിക്കൊരു 50+ ഫ്ലോർ ബിൽഡിങ്ങിന്റെ ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇപ്പൊ ഒരു കമ്പനി, ഞാൻ അപ്ലൈ ചെയ്യുന്ന കമ്പനി ചിലപ്പോൾ ജസ്റ്റ് ഒരു 10 ഫ്ലോർ ബിൽഡിംഗ് മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കമ്പനിക്കും അതൊരു വിഷനാണ്, എനിക്കൊരു വിഷനാണ്. പിന്നെ ചില മിഡിൽ മാനേജ്മെന്റിലുള്ള ആൾക്കാർ പറയും എനിക്ക് ഇത്ര മില്യൺസിന്റെ പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പ്രൊജക്ട് ചെയ്യണം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാം. അതല്ലെങ്കിൽ
ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒരു കമ്പനി ഗ്രോത്തിനനുസരിച്ച് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം. ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് പറയുന്ന ഒരു ഗോൾസ് സെറ്റ് ചെയ്യുക. ഗോൾസിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എയിം വേണം. ആ എയിം ചില കരിയറിന്റെ പൊസിഷൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കമ്പനി റിക്വയർമെന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറൽ, ഇവിടെ കൊടുത്തിട്ട് സ്ട്രക്ചറൽ അനാലിസിസും പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ഇതിലൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ സിവിലിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ എഞ്ചിനീയർ നോക്കുന്ന ആൾക്കാർ ചില അനാലിസിസ് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ചില മോഡലിംഗ് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ബിമ്മിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യും. നിങ്ങളിപ്പോ ആൻസിസ് കാറ്റിയ പോലുള്ള സോഫ്റ്റ്വെയറുകൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചില മോഡലിംഗ് സോഫ്റ്റ്വെയർ, സോളിഡ് വർക്ക്സ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ, അപ്പോൾ അതൊക്കെ ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. PDMS, പിന്നെ പ്ലാൻ മാനേജ്മെന്റിന്റെ സോഫ്റ്റ്വെയർസ്, സീസർ പൈപ്പിംഗ് സൊല്യൂഷൻസിന്റെ സോഫ്റ്റ്വെയർസ്, മാനുഫാക്ചറിങ് സെഗ്മെന്റ്സിൽ, അതിലിപ്പം പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് അവിടെ ഷെയർ ചെയ്യാം. അപ്പൊ ഇത് വെറുതെ ഒരു ബ്ലഫ് അടിച്ച് വിടുന്ന ഒരു സംഭവമല്ല. ജെനുവൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് 4 ടേം പറയാം. സ്പെസിഫിക്, നിങ്ങളെ സ്ട്രെങ്ത്, നിങ്ങളെ ഗോൾസും കമ്പനിക്കുള്ള ഫ്യൂച്ചർ ഗോൾസും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു പിന്നെ 2 to 3 സെന്റൻസ് അതിനോട് ബേസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു സ്കില്ല് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഇത് വളരെ റഫായിട്ട് ചെയ്താണ്. ഇതിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നോക്കുക. ഒരു പോയിന്റ് കൂടി ജസ്റ്റ് പറയാം. നിങ്ങളെ CV കീ സ്കിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക് നിങ്ങൾ സെലക്ട് ചെയ്യാം. നിങ്ങളെ ഇൻട്രസ്റ്റ് ആണെന്ന് യാതൊരു നിർബന്ധമില്ല, പ്രാക്ടീസിന് വേണ്ടി മാത്രം ചെയ്യാണ്. ചെറിയൊരു ടോപ്പിക് നോക്കാം. ആ ടോപ്പിക്കില് ഇതിപ്പോ നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് ജസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടേം ഇങ്ങനെ എഴുതി പോവാറാണ് പതിവ്. ഇപ്പൊ നമ്മൾ അതിനെ ചെറുതായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സ്കില്ലിനെ പറ്റി നമ്മൾ എഴുതുന്ന സമയത്ത് ആദ്യം ആ സ്കില്ലിൽ നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു ഡ്രോയിങ് ചെയ്യാണ്, പ്രൊഡക്ഷനിൽ ഒരു ഡിസൈൻ ഡ്രോയിങ് ചെയ്യാണ്, CAD ആണ് എഴുതാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയണേ, റഫ് എക്സാമ്പിൾ പറയാം. CADിലെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കുറച്ച് ടേംസ് ഞാൻ ഇവിടെ എഴുതാം. ആട്രിബ്യൂട്ട്സ്, ലെയർ മാനേജ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ അതിലെ റെഫറൻസ് ഡ്രോയിങ്സിനെ പറ്റിയുള്ള ചെറിയ അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ 3 ടേം ഓൾമോസ്റ്റ് ഒരു സാധാരണ ഡ്രാഫ്റ്റ്മാനെ സംബന്ധിച്ചോളം പെട്ടെന്ന് കിട്ടൂലെങ്കിലും ചിലപ്പം പ്രൊഫഷണലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഫെമിലിയർ ആയിരിക്കും. അപ്പൊ ഈ ടേംസ് നമുക്കൊരു അഡ്വാൻസ്ഡ് പാർട്ടാണ്. നെക്സ്റ്റ്, ഈ ഒരു അഡ്വാൻസ്ഡ് പാർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിന് എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടോ, എന്തെങ്കിലും ഡ്രാഫ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടോ. അപ്പൊ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് സ്റ്റാൻഡേർഡ് നോക്കുന്ന സമയത്ത് പ്രൊഡക്ഷനിൽ വരുന്ന ഡ്രാഫ്റ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ഉണ്ടാവും. അതിൽ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സ്റ്റാൻഡേർഡ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ 1:50 ചെയ്യുന്ന ഡ്രോയിങ്സ് ഉണ്ട്. ആ 50 ചെയ്യുന്ന ഡ്രോയിങ്സിന് കുറെ CTB ഫയൽസ് ഉണ്ട്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് കൊടുക്കും. ഇതെന്താണ്? ഇതൊരു കമ്പനി ഫോളോ ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ISI സർട്ടിഫിക്കേഷൻ, IS സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഇതിനെ പ്രൊഫഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, പ്രൊഡക്ഷൻ യൂണിറ്റിൽ QA/QC സെറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ടെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഈൽഡ് സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്തു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു കമ്പനി ഫോളോ ചെയ്യുന്നത് മുഴുവനും അമേരിക്കൻ സ്റ്റാൻഡേർഡാണ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ആ അമേരിക്കൻ സ്റ്റാൻഡേർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ്, ആ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ ഒരു കോഡ് ഉണ്ടോ എന്നുള്ളത് റെഫർ ചെയ്യാം. അപ്പോൾ ഒരു കോഡ് നിങ്ങൾക്ക് നിർബന്ധമാണ്. ആ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്പർ. നമ്മളിപ്പോൾ പലപ്പോഴും പറയും ISO 12,001 അല്ലെങ്കിൽ 2001, 5001 എന്നൊക്കെ പറയുന്ന ഒരുപാട് നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ പ്രൊഡക്ഷനിൽ നോക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഒരു പൈപ്പിങ്ങിന്റെ മാനുഫാക്ചറിങ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരു സാധനം നോക്കുകയാണെങ്കിൽ, ഒരു ASTM നമ്പർ ഉണ്ടാവും, ASME നമ്പർ ഉണ്ടാവും. ഇതൊക്കെ ഒരു കോഡാണ്.
ഈ കോഡിന്റെ കാര്യങ്ങൾ ജസ്റ്റ് അതിൽ സ്പെസിഫൈ ചെയ്യുക. നാലാമത്തത്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റിൽ ഞാൻ റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഒരു UAE ഗവൺമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സൗദി ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രൊജക്റ്റിന്റെ കേസുകൾ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അറാംകോക്ക് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തതിൽ ചെറിയൊരു പാർട്ട് എൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ തിരൂർ ഓഫീസിൽ 600ഓളം ഡ്രോയിങ്സ് ഒരു റെപ്യൂട്ടഡ് സൗദി പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ബിം മോഡലിംഗ് പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ ഈ 600 ഡ്രോയിങ്സ് എൻ്റെ ടീം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനിക്ക് വേണ്ടി പ്രൊജക്റ്റ് ചെയ്തതിൽ ഞാൻ ചെറിയൊരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ പിന്നെ നിങ്ങളെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പ്രൊജക്റ്റ് സാമ്പിൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആ സാമ്പിൾ പ്രൊജക്റ്റ് എന്തിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ ബന്ധപ്പെട്ടാണെങ്കിൽ അതിന്റെ പേര് അല്ലെങ്കിൽ ക്ലയന്റ് നെയിം പറയണമെന്നില്ല, ഏത് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ്, ഒരു ക്രെയിൻ അസംബ്ലി ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ലേത്ത് മെഷീന്റെ അസംബ്ലി ഇൻഡസ്ട്രി, അതുപോലെ തന്നെ വേറെ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള ഒരു ഇൻഡസ്ട്രി, അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഫോക്കസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു കീ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇത്രയും ടേമുകൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയർ ആയിരിക്കും. നിങ്ങളുടെ ടാലന്റ് അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു കീ സ്കിൽസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഞാൻ ഇത് മാത്രമേ ഇന്ന് പറയണുള്ളൂ, കൂടുതൽ പറയണില്ല. കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ കുറേ അഡ്വാൻസ്ഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു 2 സെഷനോട് കൂടി നിങ്ങളെ ഇൻഡസ്ട്രിയിലോട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ പാർട്ടുകളും സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് ബാക്കി വിളിച്ചാൽ മതി. ഞാനൊരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രിയോ നാളെ ആയിട്ട് അല്ലെങ്കിൽ നാളെ ഈവനിങ് നമുക്കൊന്നുകൂടി ഇരിക്കാം, നൈറ്റിൽ എപ്പോഴെങ്കിലും ഒരു ഹാഫ് ആൻ അവറോ ഒരു 1 അവറോ ഇരിക്കാം. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്ക്. പറ്റുമെങ്കിൽ ഞാൻ പറയില്ല ChatGPT ഉപയോഗിക്കാം, പക്ഷെ ChatGPT ഉപയോഗിക്കുമ്പോൾ വെറുതെ കുറെ സെന്റൻസ് ആയി എടുക്കുന്നതല്ല, നിങ്ങൾ കുറെ ഇൻപുട്ട് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എന്താ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യൂലേ? ഓക്കെ അല്ലേ? ഓക്കെ സാർ, ക്ലിയർ അല്ലേ കാര്യം? ഓക്കെ, ശരി, ഓക്കെ, ഞാൻ സൈൻ ഔട്ട് ചെയ്യണ്ടേ? ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ.